ആ സാധാരണ നമുക്ക് റിഹേഴ്സല് നാളെ മുതൽ തുടങ്ങാം. പരിപാടി ഉഗ്രനാവണം കേട്ടോ. വരട്ടെ. ഓ പോവാ. ഓക്കെ. ശുദ്ധന കൊച്ചുകുട്ടികളുടെ സ്വഭാവ. വൈകുന്നേരത്തെ വെപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു? ഇല്ല. ഏതായാലും ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്കൊന്ന് പോയി കറങ്ങിട്ട് വരാം. പുറത്തൊന്നുമല്ല ആഹാരവും കഴിക്കാം. എന്താ? ആ വിളമ്പിക്കോളൂ. കഴിക്കുന്നേ. നമുക്ക് പോവാം. അപ്പൊ ഫുഡോ? എനിക്ക് വേണ്ട. നമുക്ക് വേഗം പോവാം. എന്താ ഈ പ്രാന്ത് പറയണേ? അപ്പൊ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് പോവാന്നേ. അപ്പൊ ഞാനും കഴിക്കണ്ടേ? ഞാൻ കാറിലിരിക്കാം. വേഗം കഴിച്ചിട്ട് വരൂ. ബില്ലുണ്ടാ പറയും. ഇല്ല ബില്ലുണ്ടോ? ഫുഡൊക്കെ ഗെറ്റ് മീ ദ ബിൽ. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ അതെനിക്കേ അറിയൂ. ഇത് ഇത്രത്തോളാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാ ഒന്നും പറയാണ്ടിരുന്ന്. എനിക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അറിയോ?
നിർത്തണമെന്ന് നിർത്താതിരിക്കുന്നൊക്കെ സുഭദ്രയുടെ ഇഷ്ടം. എന്നാലും അവളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് സുഭദ്രയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ജോലി എടുക്കണേലല്ല താല്പര്യം, അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങൾ വന്ന് പറയണേല. എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. അയ്യോ സുഭദ്രേ, ഇവറ്റയുടെയൊക്കെ സ്വഭാവം അങ്ങനെയാ. ഇത്ര കാലമായിട്ട് ഇതൊന്നും അറിയില്ലേ? നമ്മളെ പറ്റി ഒന്നും പറയാല്ലാത്തോടത്തോളം കാലം നമ്മളെന്തിനാ പേടിക്കണത്? അവര് പറയണത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടണം, അത്ര തന്നെ. ആരോ വന്നു തോന്നുന്നു. സുഭദ്രേ, ഞാൻ പോണു. നമ്മുടെ പ്രദീപനല്ലേ അത്? പ്രദീപ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ആ പെണ്ണിനെ പഠിപ്പിക്കാൻ വന്നായിരിക്കും. വരൂ. ഞാൻ ഇത്തവണ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. എനിക്ക് കുട്ടിയുടെ പാട്ടൊക്കെ ഒന്ന് കേൾക്കണം. രാമൻ അറിയാലോ സ്ഥലം? ഒരു ദിവസം വരൂ. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ട്യൂഷന് സമയമായി. ആ, കുറച്ച് സംഭാരം കുടിച്ചിട്ട് പോയാലോ? വേണ്ട, ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി, പ്രദീപ് എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല. എന്നെ പഠിപ്പിക്കാൻ വന്നിട്ട് നേരെ ഇങ്ങോട്ടാണല്ലോ വന്നത്. ഞാൻ കണ്ടില്ല. ഇവിടെ നിറങ്ങിട്ട് അങ്ങോട്ട് വരാതെ പോയതെന്താ? കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല, ഞാൻ കണ്ടുമില്ല. നോണ. ആരാണാവോ? കേളവൻ വലിയ ന്യൂസൻസ് ആയല്ലോ. അടിച്ച് ഫിറ്റ് ആണല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഓ, ഇന്ന് മാന്യന്മാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും സുന്ദരിമാരായ ഭാര്യമാരുള്ളവർ തന്നെ. ഇവനെ സൂക്ഷിക്കണം. ഇവനെ വീട്ടിൽ കയറ്റിയ ഇവൻ നിങ്ങളുടെ ഭാര്യമാരെ വളയ്ക്കും. ആശാനെ, അതെന്റെ കഴിവാ. അതിൽ ആശാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഭ്രാന്തില്ലായിരുന്നെങ്കിൽ ആശാന്റെ ഭാര്യയെ ഞാൻ വളച്ചാനെ. എനിക്കറിയാടാ, നീ നിന്റെ അമ്മയും വളയ്ക്കും. നീ എന്തിനാടാ അടിച്ച് വീലായിരിക്കുമ്പോ അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഭാര്യയുടെ ശവമടക്കിന് ബാൻഡും വായിച്ച് ശിഷ്യനെ കാണാമെന്നായിരുന്നു ആശാൻ.
ഓക്കെ, സീ യു ടുമോറോ. ആശാന്റെ ഭാര്യ മരിച്ച വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇന്നെങ്കിലും ഇത്തിരി നേരത്തെ വീട്ടിലെത്തട്ടെ. അത് ആ പ്രദീപ് ആ മിസ്സസ് പിള്ളയുടെ മോളും അല്ലേ? ആണെന്ന് തോന്നുന്നു. തോന്നലൊന്നും അല്ല, അവര് തന്നെയാ. ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ട്യൂഷൻ മാസ്റ്റർ മറ്റും അല്ലേ? അവ ഇത്ര പൊട്ടയാ? അയ്യോ, ഞാൻ നല്ലൊരു പയ്യെന്ന് കരുതി ഇരിക്കായിരുന്നു. നമുക്ക് പോകാമേ. ആ പെണ്ണിങ്ങനെ അഴിഞ്ഞടക്ക. വരൂ അമ്മേ. ഞാൻ ആ സ്ത്രീ ഒന്ന് കാണട്ടെ. അമ്മ എങ്ങോട്ടാ? ഞാൻ ആ പെണ്ണിന്റെ കാര്യം ആ സ്ത്രീയോടൊന്ന് പറഞ്ഞിട്ട് വരാം. വെറുതെ എന്തിനാ അമ്മേ? നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ആഹാ, നിനക്കും ഒരു പെൺകുട്ടി ഉള്ളതാ. നാളെ അവള് വല്ലവരുടെയും കൂടെ പോകുന്നത് കണ്ട് അവര് നിന്നോട് പറയേണ്ടിരുന്ന നിനക്കെന്ത് തോന്നും? എന്റെ മോള് ചെറിയ കുട്ടിയല്ലേ, ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ കയറിപ്പോയിന്ന് വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ വരാനുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് വരൂ മനുഷ്യ, ഈ തള പറയുന്നത് കേൾക്കാൻ നിൽക്കുക. നിങ്ങളിങ്ങനെ അഴിച്ചുവിട്ടിരിക്കാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് പറയില്ലായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? അഴിച്ചുവിട്ടിരിക്കുന്നോ? അവളിപ്പോ അഴിഞ്ഞു കിടക്കേണ്ട പ്രായം തന്നെയാ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലെ കുറ്റം കുറവ് തീർക്കാൻ, എന്നിട്ട് അവ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ. എന്റെ കുട്ടികളെ പറ്റി ഇന്ന് വരെ നാട്ടുകാരെ കൊണ്ട് ഒന്നും ഞാൻ പറയിപ്പിച്ചിട്ടില്ല, പറയിപ്പിക്കൂല്ല. അന്നപ്പോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറയാനുണ്ടെന്ന്? അതെ, എന്തിനാ അതൊക്കെ ഇപ്പൊ എഴുന്നള്ളിക്കാൻ നിൽക്കണേ? പിന്നെ പറയുന്നതാണോ? പറയിപ്പിക്കുന്നതല്ലേ? എന്താ എത്ര പറയാനുള്ളത്? കേട്ടിട്ട് ഞാൻ പോണല്ലോ. എന്താ? ആണായിട്ടും പെണ്ണായിട്ടും ഒരു കുട്ടിയല്ലേ ഉള്ളൂ മോനെ. അതെ, അതിനിപ്പോ എന്താ? എന്താ അതിനെ കൂടെ നിർത്താത്തെ? എന്താ നിർത്താത്തെ? സ്വന്തം കുട്ടിയാണെങ്കിലല്ലേ മോന് താല്പര്യം ഉണ്ടാവുള്ളൂ. ആ പിന്നെ കുട്ടി കൂടി ഇല്ലാത്തതാ മരുമോൾക്കും സൗകര്യം. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. ഊണൊക്കെ കഴിഞ്ഞോ അമ്മേ? നിക്കടാ അവിടെ. എത്ര മണി വരെയാടാ നിനക്ക് ഓഫീസ്? 5 മണി വരെ. ഇപ്പൊ സമയം എന്തായി? 10 കഴിഞ്ഞു. ഇത്ര നേരം നീ എന്തെടുക്കായിരുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മേ, എനിക്കൊരു നാടകത്തിന് റിഹേഴ്സൽ ഉണ്ടെന്ന്. ഡാ, നിനക്കിപ്പോ എത്ര വയസ്സായി? അതിപ്പോ എന്നെക്കാന്ന് വെച്ചാൽ അമ്മയ്ക്കല്ലേ. അല്ല, എനിക്ക് നിശ്ചയമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതൊന്നും അറിഞ്ഞ തിരക്കേടില്ല. നിനക്കും സുഭദ്രയ്ക്കും കൂടെ ഉണ്ടായതാണല്ലോ കൊച്ച്. എന്താ അമ്മ എങ്ങനെയൊക്കെ ചോദിക്കണേ? ഞാൻ ചോദിക്കണതല്ല, നാട്ടുകാർ ചോദിക്കണതാ. നിന്റെ കൊച്ചല്ലാത്തത് കൊണ്ടാ ബോർഡിങ് നിർത്തിയിരിക്കണമെന്നാ നാട്ടുകാർ പറയണേ. അമ്മ എന്തൊക്കെയാ പറയണത്? സ്വന്തം മോളെ കൂടെ നിർത്തി നോക്കാൻ അവന് സമയമില്ല. ഇത്രയും പ്രായമായിട്ടും പാതിര വരെ നാടകം കളിച്ച് നടക്കാൻ സമയമുണ്ട്. ഒരു പെണ്ണ് ഇവിടെ ഒറ്റയ്ക്കാ, ആ ബോധവും നിനക്കില്ല. നേരത്തെ നീ വന്ന സന്ധ്യയ്ക്ക് എന്നെ പോണെന്നാ ഞാൻ കരുതിയത്. നാളെ പുലർച്ചെ ഞാൻ പോവും. ഇനി ആ കുട്ടിയെ കൊണ്ടൊന്ന് കൂടെ നിർത്താണ്ട് എന്നെ ഈ ഭാഗത്തേക്കേ കാണില്ല. കേട്ടില്ലേ അമ്മ പറഞ്ഞത്? മോളുടെ പരീക്ഷ കഴിയട്ടെ, അവളുടെ വർഷം ഒന്നു പോവും. മതിയായില്ലേ ഇപ്പോ? 100 തവണ ഞാൻ പറഞ്ഞല്ലേ അവളുടെ പരീക്ഷ കഴിയാനൊന്നും കാത്തു നിൽക്കണ്ടാന്ന്. അങ്ങനല്ല കുട്ടി പറയുന്നത്. കളവാണെങ്കിലും മണ്ണാനെ ഒന്ന് മയക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടുള്ളില്. ലെമന്നെ ആരടി പാടിക്കോളൂ. ആ
അലക്കു കെട്ടു ഞാൻ തലയിലെത്തി എൻ മുടി അഴിഞ്ഞിതു കാന്ത. അങ്ങനെ ചെയ്യൂ. റെഡി 1 2 3 4. അലക്കു കെട്ടു ഞാൻ തലയിലെത്തി എൻ മുടി അഴിഞ്ഞിതു കാന്ത. എങ്ങനെ തന്നെ അസലായി. ഒന്നുകൂടെ ചെയ്യൂ. മിസ്സസ് വർമ്മ, മറ്റൊന്നും വിചാരിക്കരുത്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഫോൺ ചെയ്യാത്തതും വീട്ടിലേക്ക് വരാത്തതും. ഇന്നിവിടെ വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹോട്ടലിൽ പോലും പോകാതെ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. എത്ര നാളെന്ന് കരുതിയാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എപ്പോഴാ സൗകര്യപ്പെടുക? വർമ്മ സാറിന്റെ കാര്യല്ലേ? കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഞാൻ നാളെ വിളിക്കാം. വീട്ടിലേക്കൊന്ന് വരണം, പരിചയപ്പെടണം എന്നൊക്കെ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഈ കുട്ടി എത്തിയല്ലോ പാർട്ടി. എന്നാടാ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്? നാളെ വിളിച്ച് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പാർട്ടിയെ ശരിക്കൊന്നും കണ്ടില്ല. ഇല്ലേ? നമുക്കൊന്ന് കണ്ടാലോ? ഓ വാ. ശരിക്കൊന്ന് കണ്ടേച്ച് വരട്ടെ. ജോഷിയുടെ സിസ്റ്റർ അല്ലേ? അതെ. ജോഷി വന്നിട്ടുണ്ടോ? ഇല്ല. വരുവോ? അവൻ ഇന്നലെ ബോംബെക്ക് പോയല്ലോ. ശരി. എങ്ങനെയുണ്ട് പാർട്ടി? പറഞ്ഞ പാർട്ടി ആണെങ്കിൽ ഉഗ്രന. ഞങ്ങൾ ശരിക്കും അടുത്ത് എന്ന് നോക്കി. നോട്ടം പുള്ളിക്കാരത്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചീകിത്തിരുകിയ തീലിത്തലമുടി എങ്ങനഴിഞ്ഞിതടി മണ്ണാത്തി എങ്ങനഴിഞ്ഞിതടി. താനിത്തനന്ദിന 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 തന്നന്ന താനിത്തനന്ദിന. അലക്കു കെട്ടു ഞാൻ തലയിലെത്തി മുടി അഴിഞ്ഞത് കാന്ത. താനിത്തിനിന്തിരി 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 താന. കാലത്ത് നെറ്റിക്ക് തൊട്ടൊരു കുങ്കുമം എങ്ങനെ മാഞ്ഞിതടി മണ്ണാത്തി എങ്ങനെ മാഞ്ഞിതടി. താനിത്തനന്ദിന 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 തന്നന്ന താനിത്തനന്ദിന. വെയിലു കൊണ്ടു ഞാൻ വഴി നടന്നപ്പോ വേർത്തു പോയത് കാന്ത. താനിത്തിനിന്തിരി 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 താന. കണ്ണിലെ കരിമഷി കലങ്ങിയതെങ്ങനെ ചൊല്ലടി നീ മണ്ണാത്തി എങ്ങനെ ചൊല്ലടി നീ. തത്തിനന്ദിന താനിതനന്ദിന താനിത്തനന്ദിന തന്നന്ന താനിത്തനന്ദിന. കരടു കെട്ടു ഞാൻ മിഴി തുടച്ചപ്പോ കലങ്ങിപ്പോയത് കാന്ത. താനിത്തിനിന്തിരി 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 താന. അടുത്ത വീട്ടിലെ വെളുത്ത തമ്പുരാൻ ചിരിച്ചു നിന്നില്ലേ മണ്ണാത്തി ചിരിച്ചു നിന്നില്ലേ. അവന്റെ കൂടെ നീ അകത്തു പോയില്ലേ കുരുത്തം കെട്ടവളെ മണ്ണാത്തി കുരുത്തം കെട്ടവളെ. താനിത്തനന്ദിന 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 തന്നന്ന താനിത്തനന്ദിന. താനിത്തനന്ദിന 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 തന്നന്ന താനിത്തനന്ദിന. വർഷമൊത്തിരി രാവണം കോട്ടയിൽ പൊറുത്ത സീതയെ വീണ്ടും കഴിഞ്ഞതൊക്കെയും മറന്നു രാഘവൻ തിരിച്ചെടുത്തില്ലേ കാന്ത. താനിത്തിനിന്തിരി 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 താന. താനിത്തിനിന്തിരി 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 താന. ആരാനും കട്ടൊരു പെണ്ണിനെ പോറ്റുവാൻ ചീരാമനല്ലടി ഞാൻ മണ്ണാത്തി ചീരാമനല്ലടി ഞാൻ. ആരാനും കട്ടൊരു പെണ്ണിനെ പോറ്റുവാൻ ചീരാമനല്ലടി ഞാൻ മണ്ണാത്തി ചീരാമനല്ലടി ഞാൻ. താനിത്തനന്ദിന 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 തന്നന്ന താനിത്തനന്ദിന.
താനിത്താനന്ദിന 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 തന്നന്ന താനിത്താനന്ദിന 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 തന്നന്ന താനിത്താനന്ദിന. എങ്ങനെയുണ്ടായിരുന്നോ പ്രോഗ്രാം? തന്നടാ ചോദിച്ചേ. കലക്കി സാറേ. ഇങ്ങനത്തെ നാടകമാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു നാടകം കാണുന്നത്. സാറ് അസലായി, എല്ലാവരും നന്നായി. എൻ്റെ അടുത്തിരുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സാറേ, അടുത്ത നാടകത്തിൽ എനിക്കൊരു കുന്തക്കാരൻ്റെ വിഷയനും കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കും ഒരു പൊടി കലയൊക്കെ ഉണ്ട് സാറേ. കഴിക്കാറായോ? എനിക്ക് വേണ്ട. തനിക്ക് എന്താ പറ്റിയത്? ഇന്നറിയണം എനിക്ക്, ഇപ്പൊ അറിയണം എനിക്ക്.
യെസ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്ന് സംസാരിച്ചേ പറ്റൂ. ഞാൻ വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എവിടെയാ താമസം? മരട് ടെമ്പിളിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലെ അപ്സ്റ്റേഴ്സിലാണ്. വരുമല്ലോ? ആ. ഓഫീസിൽ പോകുന്നുണ്ടോ? ചെന്നിട്ട് ആ വണ്ടി ഒന്ന് അയക്കണം. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്ത് പണിയാടാ ഇത്? ഞങ്ങൾ 9 മണി വരെ സിബിയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് അല്ല, ഞാൻ വരാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഒരു ചെറിയ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? ഇത്രയും പേരോട് വെയിറ്റ് ചെയ്യുമ്പോൾ കളിക്കുക? അല്ല, ഞാൻ പറഞ്ഞത് യു ജസ്റ്റ് പ്രൊസീഡ്. ഞാൻ പുറകെ എത്തിക്കൊള്ളാം വിത്തിൻ 1 hour. നീയില്ല ഞങ്ങൾ പോകാനോ? യു ആർ ദി സെൻട്രൽ അട്രാക്ഷൻ. ഞങ്ങൾ ശിങ്കിടികളല്ലേ? അത് നിങ്ങൾ ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല. വൈ നോട്ട്? പ്ലീസ്, അതൊരു സീരിയസ് പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? ഞങ്ങളോട് പറയാൻ പറ്റും. എന്ത് പ്രോബ്ലം നിനക്ക്? ആരാടാ അത്? ആരാളിയാ പാർട്ടി? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ഇറങ്ങി പോയാലും ശരിയാവില്ല. ബാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. ഞാൻ ഈ ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ നിങ്ങൾ അതുവഴി ഇറങ്ങി പോയിക്കണം. ഇവിടെ വേറെ ആളുണ്ടെന്ന് പറഞ്ഞാൽ ആ കൂടെ കുഴപ്പമാവും. പ്ലീസ്. ആശാനെ മനസ്സിലായോ? നമ്മുടെ ഉന്നത കുല ജാഥ 5 അടി പൊക്കം, സ്വർണത്തിന്റെ നിറം. അയ്യോ, ഇതെന്ത് ഭാവിച്ചാ? എന്ത് ഭാവിക്കാനാ? ഭർത്താവിന് ടാറ്റ കൊടുത്ത് ആഫീസിൽ പറഞ്ഞയച്ചിട്ട് ഭാര്യ കാമുകനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇതാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. ആശാനൊന്ന് എഴുന്നേറ്റ് വന്നേ. അവൻ ഭാഗ്യവാൻ. നമുക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാലോ. പണിയുണ്ട്. വരൂ. വരാമെന്ന് പറഞ്ഞെങ്കിലും വരുമെന്ന് വിചാരിച്ചില്ല. ഇരിക്കൂ. എങ്കിലും വരാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെങ്കിലും അരുതാത്തതാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. ഒരു ഭാര്യയുടെ പരിമിതികളും എനിക്ക് മനസ്സിലാവും. തെറ്റായിപ്പോയി. പക്ഷേ ഉറക്കം വരാത്ത രാത്രികളിൽ പിന്നെയും പിന്നെയും ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്ത ഒന്നും തെറ്റല്ലെന്ന്.
എന്തിനാ മോളെ ഒന്നില് നിർത്തിക്കളഞ്ഞേ? കൈ കൊണ്ടായിരുന്നോ ചെരുപ്പ് കൊണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് പോയാലോ? ലീവ് കിട്ടോ? എന്തിനാ ലീവ് എടുക്കുന്നേ? നമുക്കോ ഈ മോളെ കൊണ്ടുവരാം. ഇതുകൊണ്ടടിച്ചാൽ എങ്ങനാ വേദനിക്ക? അതിനൊക്കെ ദാ ഇതാ വേണ്ടേ. എന്നാ പിന്നെ തനിക്കിത് അന്നാവായിരുന്നില്ലേ? വേണ്ട എന്നോട് പറയാറുന്നില്ലേ? ഇതൊക്കെ എങ്ങനെയാ പറയാ? Thank you.